നാം കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. എന്നിട്ട് നാം പറഞ്ഞു പേർഷ്യക്കാരാണ് ക്രൂശ് മരണം കണ്ടെത്തിയത്. എന്നാൽ അതിക്രൂരവും കഠിനവുമായ അനുഭവമായിരുന്നു ക്രൂശ് മരണത്തിലൂടെ അനുഭവിക്കേണ്ടിയിരുന്നത്. കർത്താവിന്റെ 30 വർഷങ്ങൾ അവൻ അറിയപ്പെടാത്തവനായിരുന്നു. എന്നാൽ 3 വർഷങ്ങൾ അവൻ നാടെങ്ങും ചുറ്റി നടന്ന് നന്മ ചെയ്തു, സകലർക്കും വേണ്ടി നന്മ പ്രവർത്തിച്ചു. എന്നാൽ തനിക്ക് വേണ്ടി അവിടുന്ന് ഒന്നും ചെയ്തില്ല. 5000-ലധികം പേർ മരിക്കപ്പെട്ടിട്ടുണ്ട്. മരിച്ചവർ എല്ലാവരും തങ്ങളുടെ കുറ്റത്തെ പ്രതിയാണ് മരിച്ചത്. എന്നാൽ കർത്താവ് മരിച്ചത് നമുക്ക് വേണ്ടി ആണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി ഒരു സംഭവം ഇങ്ങനെ പറയാം. ഒരിക്കൽ ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച ഒരു മകൻ മരണത്തോട് മല്ലിടുമ്പോൾ ആ അമ്മ അവനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ഇവനൊരു സർജറി നടക്കുവാനിടയായി. ഒരു സംഭവം, ഒരു കഥയാ. ഒരു സർജറി നടക്കുവാനിടയായി. സർജറിക്കെല്ലാം ശേഷം ചില നാളുകൾ ഓർമ്മയില്ലാതെ കഴിഞ്ഞു ഈ മകൻ. അവൻ ഓർമ്മയിടുമ്പോൾ അവൻ്റെ അമ്മയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞിരുന്നു. അമ്മ ഡോക്ടറോട് പറഞ്ഞത്, ഡോക്ടറെ, ഞാൻ ഇത്ര കാലം ജീവിച്ചു, ഇത്ര കാലം എനിക്ക് നേടേണ്ടതൊക്കെ നേടി, സന്തോഷിച്ചു, എല്ലാം കണ്ടു, എൻ്റെ മോനെ കണ്ടു, മതി. ഇനി എനിക്ക് വേണ്ടത് എൻ്റെ മോൻ്റെ ജീവിതമാണ്. അവൻ ഇനി ഒരുപാട് കാലം മുമ്പോട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ എനിക്കുള്ളത് അവനെടുക്കാൻ പറ്റുന്നതൊക്കെ തരാം. ഞാൻ എൻ്റെ ഹൃദയത്തെ അവന് വേണ്ടി കൊടുക്കാം. അമ്മയുടെ ഹൃദയത്തെ, അമ്മയുടെ ഹൃദയഭാഗങ്ങളെ അവന് വേണ്ടി വച്ചു കൊടുത്തു. അങ്ങനെ വച്ചു കൊടുക്കുക പ്രതി അമ്മയുടെ ജീവൻ അവൻ്റെ ജീവന് മറുവിലയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു അമ്മയുടെ സ്നേഹം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു കൊള്ളുന്നുണ്ട് എങ്കിൽ നമ്മുടെ കർത്താവ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട മറ്റൊരു സംഭവമുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽപ്പെട്ട അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മകൻ പോയി. അമ്മ സുരക്ഷിതയായി, മകൻ മരിച്ചു. 2-3 ദിവസം മുമ്പ് പത്രത്തിൽ കണ്ടതാണ്. പകരമാകുന്ന സ്നേഹം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി പകരമായി, സകലർക്കും വേണ്ടി പകരമായി. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തു ക്രൂശിൽ മരിക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിച്ചു പോകുന്നത്. ഇന്ന് ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനുണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണ്. ക്രൂശീകരണത്തിന്റെ ചില ഭീകരവശങ്ങൾ മാത്രമാണ് നാം ചിന്തിച്ചത്. നമുക്കറിയാം, ഇതിന്റെ ആരംഭം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെയാണ്. ആരംഭം എവിടെയാ? സൃഷ്ടിയുടെ ആരംഭത്തിലാണ്. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് തക്കതായ തുണയൊക്കെ കൊടുത്തു. പക്ഷേ എവിടെയോ ഒരു താടപ്പിഴക് സംഭവിച്ചു. എല്ലാം കൊടുത്തിരുന്നു. തോട്ടത്തിന്റെ നടുവിലെ 2 വൃക്ഷങ്ങൾ, അതിന് ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അവൻ എന്ത് ചെയ്തു? 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ, ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളുടെ വൃക്ഷവും. അവൻ തിന്നത് നന്മയുടെയും തിന്മയുടെയും വൃക്ഷഫലം. അവൻ പാപിയായി. അവൻ പാപിയായി എന്നതിനുമപ്പുറം അവൻ മരിച്ചുപോയി. അവൻ എന്ത് ചെയ്തു? ദൈവ തേജസ്സുള്ളവനായിരുന്നു. അവൻ കർത്താവിൽ മരിച്ചുപോയി. ഇപ്പോൾ അവൻ ജീവിക്കുന്നത് ആരിലാണ്? അവൻ ദൈവത്തിലുള്ള ദൈവത്തിന് മരിക്കുകയും ദൈവാത്മാവ്, ദൈവ സാന്നിധ്യം, ദൈവിക ചൈതന്യം നഷ്ടപ്പെടുകയും അവൻ ഇപ്പോൾ ആരുടെ അടിമയാണ്? അവനെ അനുസരിപ്പിച്ച സാത്താന്റെ അടിമയാണ്. അങ്ങനെ ലോകത്തിൽ പാപം വർദ്ധിച്ചു, തിന്മക വർദ്ധിച്ചു. ദൈവം ആഗ്രഹിച്ചത് ഒരു കൊച്ചു സ്വർഗം പോലെ ഭൂമിയെ പണിയുക എന്നതാണ്. അതുകൊണ്ട് ആ മനോഹരമായ ഏദൻ തോട്ടത്തെ നിർമ്മിച്ചത്. ദൈവം ആഗ്രഹിച്ച് മനുഷ്യൻ മരിക്കാതെ ജീവിക്കണമെന്ന്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിനൊത്തവണ്ണം ഒരു ജീവവൃക്ഷത്തിന്റെ ചെടിയെയും ദൈവം നട്ടത്. അത് മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി ദൈവം നട്ടതാണ്. എന്തിനു വേണ്ടിയാ? അവനത് ഭക്ഷിച്ച് മരിക്കാത്തവനായി മാറേണ്ടതിന് വേണ്ടിയാണ് ദൈവം നട്ടത്. പക്ഷെ മനുഷ്യൻ അത് ഭക്ഷിച്ചില്ല. മനുഷ്യൻ ഭക്ഷിച്ചത് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലമാണ്. അവൻ തിന്മ ഭക്ഷിക്കുക വഴി, എന്ത് ഭക്ഷിക്കുക വഴി? തിന്മ ഭക്ഷിക്കുക വഴി എന്തായി മാറി? അവൻ പാപിയായി മാറി. ലോകത്ത് പാപം പെരുകി. നമ്മുടെ നാട്ടിലൊക്കെ ഇന്നൊരു കേട്ടുവരുന്നൊരു സീനുണ്ട്, കുഴിമന്തി. പറഞ്ഞ് കുഴിമതി. ഡോക്ടർമാരും പറഞ്ഞു തുടങ്ങി, ഈ കുഴിമന്തി കടകളാണ് ഞങ്ങൾക്ക് ആശുപത്രി ഉണ്ടാക്കാനുള്ള പ്രചോദനം. തിന്ന് രോഗിയായി, തിന്ന് പാപിയായി, തിന്ന് ദൈവസ്നേഹത്തെ നഷ്ടപ്പെടുത്തി. ഒരു കണക്കിന് ഭക്ഷണവും കുഴപ്പമാണ്. ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ദൈവമേ, ഇത്രയും സമൃദ്ധി ഉണ്ടായിട്ട് ഞങ്ങൾ എന്താ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കാത്തത്? ഞാൻ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. അപ്പൂപ്പൻ അമ്മമാർ ആരാധിച്ച ഒരു തീവ്രതയൊന്നും നമുക്കില്ല പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാ? തിന്നതുകൊണ്ടാ, നിറഞ്ഞതുകൊണ്ടാ. നിറയാതിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ചുകൂടെ. തിന്നപ്പോൾ ക്ഷീണമായി. ഉണ്ടാൽ ആർക്ക്? എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും. അപ്പൊ നമുക്ക് ക്ഷീണം ഉണ്ടായി. ആ ക്ഷീണം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ അടുത്ത് പോകാനും മറന്നുപോയി. അപ്പൊ തിന്ന് ദൈവത്തെ മറന്നു കളഞ്ഞൊരു സമൂഹം. അപ്പോ അവർ തിന്നു പാപികളായി മാറി, ദൈവസന്നിധി നകന്നുപോയി. അകൃത്യം ഭൂമിയിൽ പെരുകി, തിന്മ പെരുകിയപ്പോൾ കർത്താവ് തൻ്റെതായ രീതിയിൽ ഒരു ശുദ്ധീകരണം നടത്തി. എങ്ങനെ? നമ്മുടെ വീട്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. മരത്തിന്റെ ഇലകളൊക്കെ കേടായി. അതിന്റെ കമ്പുകളിലേക്ക് ഇത്തുകൾ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വെട്ടി ഒരു കുറ്റി മാത്രം ശേഷിപ്പിക്കും.
അതിൽ നിന്ന് മുളച്ചു വരുന്ന കുറ്റികൾ, ശിഖരങ്ങൾ നന്നായി വരുമെന്ന പ്രതീക്ഷയോടെ അതിന്റെ ബാക്കി തടികളൊക്കെ വെട്ടി നമ്മൾ തീയിലിട്ട് ചുട്ടുകളയും. അതുപോലെ കർത്താവ് ലോകത്തെ വെട്ടി, ലോകത്തെ സകല ജന്തുജാലത്തെയും പറവജാതികളെയും മനുഷ്യനെയും വെട്ടി. എന്താ ചെയ്തത്? ഒരൊറ്റ കുറ്റി മാത്രം സകലത്തിനും ശേഷിപ്പിച്ചു, എല്ലാത്തിൽ നിന്നും ഓരോ ഇണയും തുണയും. അങ്ങനെ നോഹയുടെ കുടുംബത്തെ ഒരു പെട്ടകത്തിൽ കയറ്റി. ബാക്കിയെല്ലാം തീർന്നു. ലോകത്തെ പൂർണ്ണമായി ദൈവം വെള്ളം കൊണ്ട് കഴുകി തന്നെ ശുദ്ധീകരിച്ചു. ദൈവം വിചാരിച്ചു ഇനിയെങ്കിലും ഒന്നും ഉണ്ടാവൂല, ഈ അകൃത്യവും പാപവും ഒന്നും ഉണ്ടാകൂല എന്ന് വിചാരിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? പാപം പിന്നെയും പെരുകിക്കൊണ്ടേയിരുന്നു. പാപം പിന്നെയും പെരുകിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഈ നമ്മെ കോതി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി ആ കാലഘട്ടത്തിൽ നടന്നുവെങ്കിലും അത് അത്ര സക്സസ് ആയിരുന്നില്ല. പിന്നെയും പാപം പെരുകി. ഇനി എന്ത് ചെയ്യണം? ഇനി എന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിക്കണം. അങ്ങനെ ഒരു രാത്രിയിൽ 70 വയസ്സുള്ള ഒരു മനുഷ്യന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ പാക്ക് ചെയ്തോ? സ്വന്തമായി വീടുണ്ടായിരുന്നു, നല്ല പുരയിടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു, ആ നാട്ടിലെ അറിയപ്പെട്ടിരുന്ന സമ്പന്നന്റെ മകനുമൊക്കെ ആയിരുന്നു. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതിനെ പറക്കി കെട്ടി ഇറങ്ങിക്കോ, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക്, വാഗ്ദത്തമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ആ പ്രോമിസിംഗ് ലാൻഡിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കും. അവിടെ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി വാഴണം. ആ വിളിച്ച മനുഷ്യന്റെ പേര് അബ്രഹാം എന്നാണ്. അവന് മക്കളില്ലായിരുന്നു. അവന്റെ ദാസീദാസന്മാരും ഭാര്യയുമായി അവൻ പുറപ്പെട്ടു. വിളിച്ച ദേശം കനാൻ ദേശമാണ്. അവൻ കനാൻ ദേശത്തിലേക്ക് യാത്രയായി. ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും പോയ വഴി നേരിട്ടു. എങ്കിലും വിളിച്ചത് സർവശക്തനായ ദൈവമായിരുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധിയിലും ഒരു തിന്മയ്ക്കും അവനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ അനുഗ്രഹീതനായി. എന്നാലോ അവന്റെ ജീവിതകാലം മുഴുവൻ, സ്വന്തമായി വീടുണ്ടായിരുന്ന അബ്രഹാം ജീവിതകാലം മുഴുവൻ, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവനൊരു വീട് ചമച്ച് അല്ലെങ്കിൽ ഒരു കൊട്ടാരം ചമച്ച് അവൻ അതിൽ പാർത്തില്ല. അവൻ കൂടാരങ്ങൾ പാർത്തിരുന്നു. കൂടാരങ്ങൾ എന്ന് പറഞ്ഞാൽ ടെന്റ് കെട്ടി പാർത്തിരുന്നു. അവന്റെ ഭാര്യ അടക്കാൻ അവൻ കനാൻ ദേശത്തിലെ ഒരു കല്ലറ, ഒരു ഗുഹ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു. സ്വന്തമായി ഊരില്ലായിരുന്നു. അങ്ങനെ അലയേണ്ടി വന്നു ജീവിത കാലഘട്ടത്തിൽ. എന്നാലും ദൈവം അവനെ സമ്പന്നനാക്കി പുലർത്തി എന്നുള്ളതാണ് വലിയ സന്തോഷത്തിന്റെ കാര്യം. കർത്താവ് പ്രോമിസ് ചെയ്തതുപോലെ കനാൻ ദേശത്തിലേക്ക് അവനെ കൊണ്ടുപോയി നടത്തി. അവൻ അനുഗ്രഹീതനായി. എന്നാലോ കൂടെ ഉണ്ടായിരുന്നവരുടെ പ്രവൃത്തിയോ എന്തോ കാരണവശാൽ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ജനിച്ചു. യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ രൂപപ്പെട്ടു. എന്നാൽ കൃത്യമായൊരു കണക്ക് പറയുകയാണെങ്കിൽ അബ്രഹാമിനെ വിളിച്ച് കാലങ്ങൾക്ക് ശേഷം, ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിനെ പ്രോമിസിംഗ് ലാൻഡിലേക്ക് ക്ഷണിച്ച്, അതായത് കനാൻ ദേശത്തിലേക്ക് ക്ഷണിച്ച് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ജനത്തിന് വാഗ്ദത്ത ദേശമായ കനാൻ ദേശം അവിടെ സ്വസ്ഥമായി പാർക്കാൻ കഴിഞ്ഞത്. കനാൻ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ. അതാണ് വാഗ്ദത്തമായ കനാൻ ദേശം. ഞാനും വേറെ എവിടെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടത്. അത് മണ്ണിനടിയിലായിരിക്കാം, താണു പോയിരിക്കും എന്നൊക്കെ വിശ്വസിച്ചു. പക്ഷേ ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇന്ന് കാണുന്ന ഇസ്രായേലിന്റെ പല പ്രവിശ്യകളും ചേർന്ന സ്ഥലമാണ് ഈ കനാൻ ദേശം. ഈ പ്രോമിസിംഗ് ലാൻഡിൽ അവർക്ക് എത്താൻ കഴിഞ്ഞത് 1000 വർഷങ്ങൾക്ക് ശേഷമാണ്. 1000 വർഷത്തെ നീണ്ട യാത്രകൾ. അപ്പോ ഇതാ ഇവിടെ ഈ 12 ഗോത്രങ്ങളും എവിടെ ആയിരുന്നു? ഈ പ്രോമിസിംഗ് ലാൻഡിനോട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ ഒരു സാഹചര്യത്തിൽ എവിടെ പോകേണ്ടി വന്നു? ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. അറിയാമോ? യോസേഫ് പാർത്തപ്പോൾ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ പാർത്ത ജനം കാലങ്ങൾക്കും ഇപ്പുറത്ത് അടിമകളായി മാറി. അവർ അടിമകളായി മാറി എന്ന് പറഞ്ഞാൽ ചില്ലറ കാലത്തെ അടിമത്വമൊന്നുമല്ല. 400 വർഷം അവർ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. 400 വർഷം അവർ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. 400 വർഷത്തെ അടിമത്ത ജീവിതത്തിൽ നിന്ന് സർവശക്തനായ ദൈവം അവരെ ചെങ്കടലിന് 2ആയി പിളർന്നും, മരുഭൂമിയിൽ മന്ന കൊടുത്തും, കാടപ്പക്ഷിയെ വർഷിപ്പിച്ചും, യോർദാനെ പിളർന്നും, മാറായ മധുരമാക്കിയും ഏകദേശം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തി അവരെ കനാൻ ദേശത്തിൽ എത്തിച്ചു. 40 വർഷത്തെ മരുഭൂമി ജീവിതത്തിനും അപ്പുറത്ത് അവർ കനാൻ ദേശത്തിൽ വാഗ്ദത്തമായ പ്രോമിസിംഗ് ലാൻഡ് എത്തുകയാണ്. ഇപ്പൊ ഏകദേശം 1000 വർഷം അബ്രഹാമിനെ വിളിച്ച ശേഷം കണക്ക് കൂട്ടുകയാണെങ്കിൽ 1000 വർഷത്തോളം ആയപ്പോഴാണ് അവർ ഈ പ്രോമിസിംഗ് ലാൻഡിൽ എത്തിയത്. എന്തിന് ഈ വർഷത്തിന്റെ കണക്കൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 1000 വർഷം അവരുടെ അടിമ ജീവിതവും കഷ്ടതയും കണ്ണുനീരും തിക്താനുഭവങ്ങളും ഒക്കെ പ്രാപിച്ചിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത് പ്രോമിസിംഗ് ലാൻഡിൽ ഈ ജനം എത്തി. 500 വർഷം കൊണ്ട് അവർ ഈ പ്രോമിസിംഗ് ലാൻഡിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതാണ് വിഷയം. 1000 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് മരിച്ചും തകർന്നും തളർന്നും നേടിയ ഈ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിനെ ഇവർ 500 വർഷം കൊണ്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. എന്താ സംഭവിച്ചത്? ജീവിതത്തിൽ പ്രോമിസിംഗ് ഉണ്ടായപ്പോൾ, വാഗ്ദത്തമായ ദേശം കിട്ടിയപ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, നന്മയുണ്ടായപ്പോൾ അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവ കൽപ്പനകളെ ലംഘിക്കാൻ തുടങ്ങി. ജാതിയോട് ചേരുവാൻ തുടങ്ങി. ജാതി കലരുവാൻ തുടങ്ങി. ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്തു. പോകാൻ പാടില്ലാത്തടത്ത് പോയി. നിൽക്കാൻ പാടില്ലാത്ത നിന്നു. ആചരിക്കാൻ പാടില്ലാത്ത ആചാരങ്ങളൊക്കെ അവർ ആചരിച്ചു. അത് നിമിത്തം 500 വർഷം കൊണ്ട് എന്ത് ചെയ്തു?
ഈ പ്രോമിസ് ലാൻഡ് അവർക്ക് നഷ്ടപ്പെട്ടു. അവർ പിന്നെ നേരത്തെ അവർ ആരുടെ അടിമയായിരുന്നു? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്തിനാ ഈ ചരിത്രം പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നാളെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് ചരിത്രം ചോദിക്കും. ചരിത്രം ചോദിക്കുമ്പോൾ ഏത് രീതിയിൽ കർത്താവ് രക്ഷപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചരിത്രം പഠിപ്പിക്കണേ. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ കർത്താവ് ഏതൊക്കെ വഴിയിലാണ് നമ്മളെ വീണ്ടെടുത്തതെന്ന്, ഏതൊക്കെ വഴിയിലൂടെ അവൻ നമ്മൾ കരുതിയത്, എത്ര കാലങ്ങൾ അതിന് വേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനൊരു നീണ്ട കാലഘട്ടം വേണ്ടി വന്നു പറയുള്ളവർ. ഒരുപാട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വലിയ പരിശ്രമം നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് നേടി. ക്രൂശ് മരണം മാത്രമല്ല, അവിടേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പിന്നാമ്പുറങ്ങളുണ്ടായിരുന്നു. അപ്പോ ഈ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പിന്നെ അവർ പോകുന്നത് ബാബിലോണിയ അടിമത്തത്തിലേക്കാണ്. പിന്നെ അവർ എവിടേക്ക് പോയി? ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോയി. 70 കൊല്ലം അവർ ബാബിലോണിയ അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് നാം വേദപുസ്തകം പഠിക്കുന്നതനുസരിച്ച് നെഹമ്യ, എസ്ര എന്നീ പ്രവാചകന്മാരിലൂടെ എന്നീ മനുഷ്യരിലൂടെ ഈ 70 വർഷങ്ങൾക്ക് ശേഷം ഈ ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് അവർ തിരികെ വന്ന ജനത്തെ പിൽക്കാലത്ത് ഇന്ന് കാണുന്ന ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. നമ്മൾ ഇസ്രായേലിനെ കുറ്റം പറയും, ഈ രാജ്യത്തിന്റെ പേരും അടിവരയിട്ട് നോട്ട് ചെയ്തോണം. പിന്നെ ഇവർ മടങ്ങി വന്ന ഈ ജനത്തെ ബാബിലോണിയ അടിമത്തം കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി സിറിയക്കാരന്മാർ കാത്തു നിന്നു. സിറിയക്കാർ ഇന്ന് അനുഭവിക്കുന്ന പീഡനം നിങ്ങൾ അറിയാമല്ലോ, ഇത് കേട്ടാൽ പലർക്കും പൊള്ളും. ഇവരെ പീഡിപ്പിക്കാനായിട്ട് സിറിയക്കാർ കാത്തു നിന്നു. കഠിനമായ പീഡനങ്ങൾ സിറിയക്കാർ ഇവർ കേൾപ്പിച്ചു. തുടർന്ന് പിന്നെയും ഈജിപ്ഷ്യൻ അടിമത്തത്തിലേക്ക് പോയി, പിന്നെയും ഗ്രീക്കുകാരുടെ അടിമത്തത്തിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ച കാലഘട്ടം, റോമൻ അടിമത്തത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഇവർ വന്നു. യേശുക്രിസ്തു ജനിച്ചത് റോമൻ അടിമത്തമുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതിലൊരു പ്രത്യേക കാലഘട്ടം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭയെ പഠിപ്പിക്കണം, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടാത്ത ഒരു പുസ്തകമുണ്ട്, മക്കബായരുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം. POC ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കബായ വിപ്ലവം എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിപ്ലവം അതിനകത്ത് പറയുന്നുണ്ട്. മഹാനായ അലക്സാണ്ടറിന് ശേഷമുള്ള കാലഘട്ടവും ഒക്കെ. അലക്സാണ്ടർ നമുക്കറിയാം, രാജ്യങ്ങളെ കീഴടക്കിയ മഹാനായ ചക്രവർത്തി. അയാൾക്ക് ശേഷമുള്ള ഒരു വലിയ ചരിത്രം പറയുന്ന പുസ്തകമാണ് മക്കബായരുടെ പുസ്തകം. ഈ മക്കബായരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കഴിയുന്നത് ഈ ഇസ്രായേൽ ജനത്തെ ഏറ്റവും കൂടുതൽ കഠിനമായി പീഡിപ്പിച്ച ഒരു രാഷ്ട്രം എന്നത് അത് ഗ്രീക്കുകാരാണ്. ഏറ്റവും കൂടുതൽ ഇവർ ഒരുപാട് കാലം പലയിടത്തും അടിമകളായിരുന്നു. 400 വർഷമായിരുന്നു, 70 വർഷമായിരുന്നു, പല കാലങ്ങൾ. പക്ഷെ വെറും 3.5 വർഷക്കാലം ഇവരെ അടിമകളാക്കി വെച്ചിരുന്നത് ഗ്രീക്കുകാരാണ്. ഇവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ ഇവരെ ദ്രോഹിച്ചത് ഈ ഗ്രീക്കുകാരാണ്. ഇവരെങ്ങനെ പീഡിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന രാജാവ്, അന്ത്യോക്കസ് എപ്പിഫാനസ്, ഈ പേര് നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്താ? മക്കൾക്ക് കിടാൻ കൊള്ളാം വരും കാലത്ത്. അന്ത്യോക്യസ് എപ്പിഫാനസ്, ആരും വിട്ടുകളയല്, ദോഷകരമായ പേരാ. അപ്പൊ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന രാജാവ്, ഈ രാജാവിന് വ്യക്തമായി ഒരു രാജകുടുംബത്തിന്റെ പശ്ചാത്തലമൊന്നുമില്ല. എന്തില്ല? ഇയാളൊരു രാജകുടുംബത്തിന്റെ അംഗമൊന്നുമല്ല. ഇയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അലക്സാണ്ടർ താൻ അവസാന നാളുകളിൽ രോഗബാധിതനായി മാറുമ്പോൾ ഇനി രാജ്യം ചിതറിപ്പോകാൻ പാടില്ല. ഒരുപാട് രാജ്യങ്ങൾ ഇയാൾ കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് തന്റെ സൈന്യത്തിലുള്ള ജനത്തെ സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് രാജ്യത്തെ വിഭജിച്ചു കൊടുത്തു. അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം സ്വയം അവരോധിത രാജാക്കന്മാരുണ്ടായി. ആ രാജാക്കന്മാരിൽ യാതൊരുവിധ പശ്ചാത്തലവുമില്ലാതെ ഒരു രാജാവിന്റെ മകനാണ് ഈ അന്ത്യോക്യസ് എപ്പിഫാനസ്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് 3.5 വർഷക്കാലം എവിടെ ഭരിച്ചു? ഇസ്രായേലിനെ അടിമകളാക്കി ഭരിച്ചു. ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന മനുഷ്യനെ എന്ത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴൽ എന്നോണം നമ്മെ വരച്ചു കാണിക്കുന്ന പഴയ നിയമത്തിലെ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ നാം പറയും യോസേഫ് എന്ന് പറയും. യോസേഫിന്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ നിഴലായി നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അന്തിക്രിസ്തുവിന്റെ നിഴലായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ്. ഇനി അടുത്ത കാര്യമാണ് വളരെ ശ്രദ്ധയോടെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യത്തിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ പുറത്തു കളയണം. ഈ സാഹചര്യവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് നിർബന്ധമായി പഠിപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് താൻ ചില രാഷ്ട്രങ്ങളൊക്കെ അവൻ ആദ്യം കീഴടക്കിയത് ഈജിപ്തിനെ കീഴടക്കിയ ശേഷം അവൻ നേരെ പോയത് യെരുശലേമിലേക്കാണ്. യെരുശലേമിൽ പോയി അവൻ യെരുശലേമിലെ കീഴടക്കിയ ശേഷം യെരുശലേമിന് ദേവാലയത്തിനകത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഇവൻ എന്ത് ചെയ്തു? ഇവൻ എടുത്തുകൊണ്ടുപോയി. അത് കുഴപ്പമില്ല, കൊണ്ടുപോട്ടെ. അവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലായിക്കൊള്ളണം. സാക്ഷ്യപെട്ടകം തൊട്ടപ്പോൾ ഒരുവൻ മരിച്ചു വീണു. ദേവാലയത്തിനുള്ളിൽ പോകുമ്പോൾ പുരോഹിതന്മാരുടെ അരയിൽ ഒരു കയറ് കെട്ടി പുറത്തിട്ടിരിക്കുമായിരുന്നു. അയോഗ്യമായി കയറിയാൽ അവൻ മരിച്ചു വീഴും. ആ സ്ഥാനത്ത് ഒരു നിന്ദ്യനും നികൃഷ്ടനുമായ
ഒരു ദൈവവിശ്വാസമില്ലാത്ത ഒരു പുറംജാതിക്കാരനായ അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു സൈന്യവുമായി യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ വസ്തുക്കൾ മോഷ്ടിക്കുമ്പോൾ അവനൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലെ ജനം കർത്താവിൽ നിന്ന് അകന്നുപോയി ജാതിയോട് ഇടകലരുകയും ദൈവഭയമില്ലാത്തവരായി മാറുകയും കർത്താവിന്റെ കൽപ്പനകളെ തെറ്റിച്ചു കളയുകയും ചെയ്തവരായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, അന്ത്യോക്യസ് എപ്പിഫാനസുമാർ സഭയിൽ ഉയരാനുള്ള കാരണം വിശ്വാസികളിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹമായി മാറുമെങ്കിൽ ഒരിക്കലും സഭകളിൽ അന്ത്യോക്യസ് എപ്പിഫാനസുമാർ ഉയരുകയില്ല. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുവാൻ അധികാരമോ അവകാശവുമോ ഇല്ല. നാം ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസിയായിരുന്നാൽ വിശ്വാസ സമൂഹം ക്രമമായിരിക്കും. നാം അതിലൊരു ഇളവ് വരുത്താൻ പാടില്ല. ഒരു ക്രിസ്തീയ ദൈവ പൈതൽ അവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിലോ അവന്റെ ക്രമങ്ങളുടെ കാര്യത്തിലോ അവന്റെ മതപരമായ ഇടപെടലുകളുടെ കാര്യത്തിലോ യാതൊരുവിധ ഇളവുകളും വരുത്താൻ പാടില്ല. അവൻ കർത്താവിനോട് ഒട്ടി നിൽക്കേണ്ടുന്നവനാണ്. അവൻ ക്രിസ്തുവിന്റെ മാതൃകയാണ്. അവൻ ക്രിസ്തുവിനെ വരച്ചു കാട്ടേണ്ടുന്നവനാണ്. അവിടെ വീഴ്ച സംഭവിച്ചാൽ നാം 1000 വർഷമോ 10,000 വർഷമോ എത്ര വർഷം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമായാലും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അത് എത്ര കാലം പഴക്കമുള്ളതായാലും പ്രിയമുള്ളവരെ ഒരു കരുണയുമില്ലാതെ അത് ശത്രു തട്ടിക്കൊണ്ടുപോകും. അത് ചുരുങ്ങിയ നാം നേടിയ കാലഘട്ടത്തിന്റെ പകുതി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടും. 1000 വർഷത്തെ അധ്വാനം 2 ദിവസം കൊണ്ട് തീരും. 1000 വർഷത്തെ അധ്വാനം 2 ദിവസം കൊണ്ട് തീരും. ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നാം കെട്ടിപ്പണിയുന്ന വിശ്വാസ സമൂഹങ്ങൾ പലതും മൺകൂനകൾ പോലെ ഇടിഞ്ഞു വീഴുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസ സമൂഹത്തിന് ഉറപ്പുള്ള വിശ്വാസം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കും. അപ്പൊ അന്ത്യോക്യസ് എപ്പിഫാനസ് അത് ചെയ്യാൻ ഒരുപക്ഷെ ദൈവം അവന് അവസരം കൊടുത്തിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ അവൻ അവിടെ മരിച്ചു വീഴുമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇവൻ ചെയ്തത് എന്നത്, ഇവൻ ഗ്രീക്ക് ദേവനായ സേവൂസിനെ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവൻ പറഞ്ഞു, ഇനി മുതൽ യഹോവയല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ദൈവം ആരാ? ഇവിടെ വരുന്നവർ, യെരൂശലേം ദേവാലയത്തിൽ വരുന്നവർ ഈ ഗ്രീക്ക് ദേവനായ സേവൂസിന്റെ പ്രതിമ ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അവനെ ആരാധിച്ചു പോകണം. വെളിപാട് പുസ്തകം പറയുന്നു, അവസാന നാളുകളിൽ യെരൂശലേം ദേവാലയം പണിയുമെന്നും പണിയപ്പെടുന്ന യെരൂശലേം ദേവാലയത്തിനുള്ളിൽ അന്തിക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുമെന്നും അവന്റെ സിംഹാസനം അതിന്റെ മേൽ വരുമെന്നും വെളിപാട് പുസ്തകം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതേ അന്തിക്രിസ്തു ചെയ്യുന്ന പ്രവർത്തികളുടെ ആദ്യ രൂപമായിരുന്നു അന്ന് യെരൂശലേം ദേവാലയത്തിൽ അരങ്ങേറിയത്. ഗ്രീക്ക് ദേവനായ സേവൂസിന്റെ പ്രതിമ, വിഗ്രഹം യെരൂശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ പോയി ആരാധിച്ചു. ഇസ്രായേൽ ജനം പോയി ആരാധിച്ചു. ഈ കാലഘട്ടത്തിൽ എന്തിനെ കാണിച്ചിട്ട് ദൈവം എന്ന് പറഞ്ഞാലും അതിന്റെ മുമ്പ് കമന്നു വീഴുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുമ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തെറ്റിപ്പോകരുത്. ക്രിസ്ത്യാനിക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. അവൻ ഈ വേദപുസ്തകത്തിൽ മറ്റാരെയും ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. നീ എവിടെ പോയാലും എവിടെ നിന്നാലും ആരോടുകൂടെ പോയാലും നീ ഒരേ ഒരാളെ ആരാധിക്കാവൂ. ഒരേ ഒരാളത്തമേ നിനക്കുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറന്നു കളയരുത്. പലരും പ്രവാചകന്മാരുടെ വേഷമെടുത്ത് നിങ്ങളെ വരും, തെറ്റിക്കും, അത് പറയും, ഇത് പറയും. അവർ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും, മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. വീണ് പോകരുത്. കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കും. അപ്പൊ ഇവിടെ സേവൂസിന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. അന്യ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം വന്നു. അപ്പോൾ നാം പിള്ളേരൊക്കെ ചോദിക്കും, എൻ്റെ അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, മക്കളെ പോലുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, എന്തുകൊണ്ട് പള്ളിയിൽ സിനിമ പാട്ടിട്ടുകൂടാ? എന്തുകൊണ്ട് പള്ളിയിൽ മറ്റ് ആചാരങ്ങൾ ചെയ്തുകൂടാ? എന്തുകൊണ്ട് പള്ളിയിൽ സാംസ്കാരികമായ കാര്യങ്ങൾ ചെയ്തുകൂടാ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ? ജാതിയോട് കളരരുത്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ ആരാധിക്കാവൂ. മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതികൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. നാം നോക്കേണ്ടത് തമ്പുരാന്റെ മുഖത്ത് മാത്രമാണ്. അല്ലാതെ നാം ചെയ്യുമ്പോൾ നാം ആരായി മാറും? വേറെ കുഴപ്പമൊന്നുമില്ല. നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ അന്ത്യോക്യസ് എപ്പിഫാനസുമാരായി മാറുന്നു. നമ്മുടെ പ്രവർത്തികളിൽ നാം ആരായി മാറുന്നു? അങ്ങനെ മാറുന്നു. പലയിടത്തും ഞാൻ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, സിനിമ പാട്ടുകളും അങ്ങനെയുള്ള ശീലുകളും ആരാധനയ്ക്ക് വിരുദ്ധമായി ആരാധനാലയത്തിൽ അരങ്ങേറുന്ന പ്രവൃത്തികൾ എന്ത് തന്നെ അതിനുള്ളിൽ ഒരു അന്തിക്രിസ്തു എഫക്റ്റ്, അന്ത്യോക്യസ് എപ്പിഫാനസ് എഫക്റ്റ് ഉണ്ട്. ആർക്കും വിഷമം തോന്നരുത്. പറ്റുമെങ്കിൽ അതൊക്കെ നമ്മുടെ ആരാധനാ അനുഭവങ്ങളിൽ നിന്നും ശുശ്രൂഷ ജീവിതങ്ങളിൽ നിന്നൊക്കെ ദേവാലയങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കളയുന്ന ഒരു സമൂഹം എഴുന്നേറ്റ് വരേണ്ടതായിട്ടുണ്ട്. ഇത് പറയണം. അത് പറയാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോ അവിടെ എന്താ? ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തി വന്നു. അവിടെ വന്ന അടുത്ത കാര്യം, ഇത് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള കാര്യമാണ്.
ഇവൻ ചെയ്ത ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യം, ഇവൻ ദേവാലയത്തിൽ യഹൂദന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്ന പന്നി എന്ന മൃഗത്തെ കൊണ്ടുവന്ന് യെരൂശലേം ദേവാലയത്തിലെ യാഗപീഠത്തിൽ ഇതിനെ അറുത്ത് ബലിയർപ്പിച്ചു. കുഞ്ഞാടിനെയും ചുവന്ന പശുക്കളെയും മാത്രം ബലിയർപ്പിച്ചിരുന്ന, ഊനമില്ലാത്തത് ബലിയർപ്പിച്ചിരുന്ന ആ ദേവാലയത്തിന്റെ വിശുദ്ധ യാഗപീഠത്തിൽ ഇവൻ ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായ പന്നിയെ കൊണ്ടുവന്ന് ആ യാഗപീഠത്തിൽ അറുത്ത് ബലി നടത്തി. അത് പൂർണ്ണമായി ആ ദേവാലയത്തിന്റെ വിശുദ്ധിയെ തകർത്ത് കളയുന്നതായിരുന്നു. അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാനോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്തൊരു കാര്യം അയാൾ ചെയ്തു. അയാൾ ദേവാലയത്തിന്റെ മുക്കിലും മൂലയിലും വേശ്യമാരെ നിർത്തി. എന്തിനു വേണ്ടിയാ? ആരാധനയ്ക്ക് വരുന്നവന്റെ മനസ്സിന്റെ താളത്തെ പിഴപ്പിക്കുവാൻ വേണ്ടി. റെഡ് സ്ട്രീറ്റുകൾ നിർത്തും പോലെ, ചുവന്ന തെരുവുകൾ നിർത്തുന്നത് പോലെ ഇതൊരു ബിസിനസ്സാക്കി അവൻ ഈ ദേവാലയത്തിന്റെ മുക്കിനും മൂലകളിലും വരുന്നവന്റെ ശ്രദ്ധയെ മാറ്റുവാൻ തക്കവണ്ണം അവൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അത്രമാത്രം ദൈവനാമത്തെ ദുഷിക്കുകയും നാണം കെടുത്തുകയും ചെയ്തവനായിരുന്നു ആര്? ഈ അന്ത്യോക്യസ് എപ്പിഫാനസ്. ഈ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ വസ്ത്രധാരണങ്ങളൊക്കെ ദേവാലയത്തിൽ വരുമ്പോൾ അത് ക്രമമുള്ളതായിരിക്കണം എന്നുള്ളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വസ്ത്രധാരണത്തിന്റെ ആകർഷണീയതകളൊക്കെ, വസ്ത്രം പലപ്പോഴും ശരീരത്തെ മറയ്ക്കേണ്ടതാണ്. ദേവാലയത്തിൽ വരുമ്പോൾ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ക്രമമുള്ളവരായിരിക്കണം. നമ്മൾ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ അടിമകളായിട്ട് മാറരുത്. നമ്മൾ അന്തിക്രിസ്തുവിന്റെ വക്താക്കളായിട്ട് മാറരുത്. ബോധമുള്ളവരായിരിക്കണമെന്ന് വചനം, ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അത്രമാത്രം ദേവാലയത്തെ തകർത്തു കളഞ്ഞ മനുഷ്യനായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടമാണ്, ഈ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ 3.5 വർഷത്തെ നികൃഷ്ടമായ അടിമത്തത്തിന് ശേഷമാണ് അവരെവിടേക്ക് പോകുന്നത്? റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഇന്ന് റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലാണ്, അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ അടിമത്തത്തിലാണ്, അല്ലെ? ഈജിപ്ഷ്യൻ അടിമത്തത്തിലാണ്. എടുത്തു പറയുവാൻ നമുക്ക് സ്ട്രക്ചറലായിട്ടൊരു വിശ്വാസമില്ല. കർത്താവിനെ ആഴമായിട്ട് അറിയാൻ പറ്റണില്ല. കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. നാട്ടുകാരെല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, നാട്ടിലെ പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട്, അച്ഛന്മാരുമായിട്ട് ബന്ധമുണ്ട്, എല്ലാ ബിഷപ്പുമാരുമായിട്ട് ബന്ധമുണ്ട്, എല്ലാവരും രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ക്രിസ്ത്യാനിക്ക് കർത്താവുമായിട്ട് ബന്ധമില്ല. എത്ര പേർക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും ഞാൻ എൻ്റെ ദൈവത്തോട് എന്ന് സംസാരിക്കുന്നുണ്ടെന്ന്? ചില സത്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞേ പറ്റൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിരിക്കും. നമ്മൾ എത്ര പേരാണ് ഒരു ദിവസം നെഞ്ചിൽ കൈവച്ച് പറ, ഇത്രയും സമീപസ്ഥനായി, ഇത്രമാത്രം നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, ഇത്രമാത്രം നമുക്ക് സമീപസ്ഥനായി നിൽക്കുന്ന ദൈവം, ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ദൈവം. നമുക്ക് എത്ര പേർക്കാണ് ഈ ദൈവമായിട്ടൊരു ആത്മബന്ധമുള്ളത്? ബാക്കി എല്ലായിടത്തും നമുക്ക് ബന്ധമുണ്ട്, ബാക്കി എല്ലായിടത്തും അടിമത്തമുണ്ട്, ബാക്കി എല്ലാവരും നമുക്ക് പേടിയുണ്ട്, ബാക്കിയുള്ള എല്ലാവരെയും പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ക്രമീകരിക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് ദൈവഭയം? ദൈവമില്ല, അതങ്ങ് ക്ഷമിച്ചോളും. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം, ദൈവമക്കൾ, ജൈവജനം ഏതൊക്കെ അടിമത്തത്തിലൂടെ കടന്നുപോയോ അതേ അടിമത്തത്തിലൂടെ തന്നെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്നത്. അത് പ്രകടമല്ലെങ്കിലും ജീവിതത്തിന്റെ നാനാതുറകളിൽ എന്നെയും നിങ്ങളെയും നാം അറിയാതെ ബന്ധിച്ചിരിക്കുകയാണ്. പുറത്തു കിടക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. പുറത്ത് കിടക്കാത്തിടത്തോളം കാലം, പ്രിയമുള്ളവരെ, 1000 വർഷം കൊണ്ട് നേടിയ മഹത് പ്രവൃത്തികളായാലും അത് 500 വർഷമൊന്നും എടുക്കൂല. അതിനു മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കർത്താവ് ഒരു പ്രോമിസിങ് ലാൻഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, നമ്മളൊരു അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് തന്ന അനുഗ്രഹത്തിനൊത്തവണ്ണം ജീവിക്കാൻ, കർത്താവ് അനുഗ്രഹം തന്നത് അവനെ സേവിക്കുന്നവൻ, അവനെ മാനിക്കുന്നവൻ, അവനൊരു മാതൃകയായിരിക്കണം. ആ മാതൃക കണ്ട് മറ്റുള്ളവർ ആ മാതൃകയിലേക്ക് നടക്കണം. അവനെ മാനിക്കുന്നവൻ ഒരു പ്രകാശമായിരിക്കണം. ആ പ്രകാശത്തിലേക്ക് മറ്റുള്ളവർ വരണം. അല്ലാതെ കർത്താവിന് അനുഗ്രഹം പ്രാപിച്ചിട്ട് നമ്മൾ തോന്നും പോലെ ജീവിച്ചിട്ട് മറ്റുള്ളവരെ ആ തോന്നിയവാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിലാണ് ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അടിമത്തങ്ങളിൽ നിന്ന് ഇറങ്ങി വരണം. അത്ര ഡീപ്പായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, വളരെ പുറമൂടികളിട്ടാ പറഞ്ഞത്. മനസ്സിലായ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വിഗ്രഹാരാധനകളിൽ നിന്ന് പുറത്തു വരിക, ദൈവനിഷേധ്യമായ അന്യദൈവ ആരാധനകളിൽ നിന്ന് പുറത്തു വരിക, ദേവാലയത്തിൽ നിരക്കാത്ത പ്രവൃത്തികളെ ദേവാലയത്തിൽ നീക്കിക്കളയുക. എപ്പോഴും ഓർമ്മ വേണം, ഇത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. നമ്മെ ഒരു സഭയായിട്ട്, ഒരു സമൂഹമായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇതിന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താക്കാൻ ഓർമ്മ. മനുഷ്യന്താത്തിൻ്റെയും കർത്താവ് താക്കും. സൂക്ഷ്മതയോടെ ദൈവാലയത്തിലായിരിക്കാൻ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. നമ്മുടെ ആരോഗ്യവും ബലവും ഒന്നും എല്ലാ കാലത്തും എപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് ആരും വിശ്വസിക്കരുത്. മനുഷ്യന്റെ ബലം ക്ഷയിച്ചു പോകുന്ന, ശക്തി ക്ഷയിച്ചു പോകുന്ന കാലമുണ്ട്.
ആ കാലഘട്ടത്തിൽ കർത്താവ് മാത്രമേ നമുക്ക് തുണയുള്ളൂ. മക്കളും നാട്ടുകാരും തുണ വരുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. അന്ന് കർത്താവ് തുണയാവണമെങ്കിൽ ആരോഗ്യമുള്ള കാലത്ത് നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളോട് വിനയമായി അപേക്ഷിക്കുന്നു, ഈ കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും നമ്മെ മതിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഭ്രമങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കാം. അന്തിക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ആവശ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ വലിച്ച് പുറത്തിടുക, അന്യദൈവത്തെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ്. അവൻ്റെ ആവശ്യം ദേവാലയങ്ങൾ തലമുറകളിൽ നിന്ന് വിശ്വാസത്തെ എടുത്തു കളയുക അല്ലേ? ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളൊക്കെ അതാണ് നമ്മെ പഠിപ്പിച്ചത്. ദൈവസ്നേഹത്തിന് വിരുദ്ധമായി വരുന്ന സിനിമകൾ കാണാൻ നമ്മുടെ മക്കൾ വരെ ഓടിയ ചരിത്രമുണ്ട്. സിനിമകളിൽ ഇങ്ങനെ പറയുന്നത്, ദൈവപുത്രൻ തെറ്റി എന്ന കാലഘട്ടത്ത് പിന്നെ ലൂസിഫറിനല്ലാതെ ആരെ ആരാധിക്കും? ഒരു സിനിമയുടെ ഡയലോഗാണ്. നമ്മളെ ഈ പിള്ളേരൊന്നും തെറ്റിപ്പോകും ഞാൻ പറയൂല. പക്ഷെ ഒരു 6-7 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടുപോയിട്ട് ആ സിനിമ കാണിച്ച ആ കൊച്ച് പിന്നെ ആരാധിക്കുന്നത് ആരായിരിക്കും? ലൂസിഫറിനെ ആയിരിക്കും. നമ്മളും കൊണ്ടുപോകും ആരെ? ഈ സിനിമ കാണാൻ നമ്മുടെ മക്കളെ. പിശാച് പല രീതിയിലും ദൈവാരാധനകളിലും ദൈവ ശുശ്രൂഷകളിലും അവന്റെ സ്വാധീനത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു ബോണ്ടിൽ കൈപിടിച്ച് നിന്നാണ്ടല്ലോ, വിശ്വാസികൾ ഒരു മനസ്സോടെ നിന്നാണ്ടല്ലോ, അവിടെ ഒരുത്തനും കയറാൻ പറ്റൂല. ഒരു ദുഷ്ടനും കയറുകയില്ല, ഒരു അന്ധകാര ശക്തിയും കയറുകയില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്, ഈ നോമ്പ് ദുഃഖകാലത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇത്രയും പറഞ്ഞതിൻ്റെ സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയമുള്ളവരെ, കർത്താവിലൊന്നായിരിക്കും. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, ഞങ്ങൾ നിന്റെ ശരീരമാകുന്ന സഭയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ മനസ്സിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. ആരെ മനസ്സിൽ? എൻ്റെ മനസ്സിലല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ മനസ്സിലല്ല, ഒരു സമൂഹത്തിന്റെ മനസ്സിലല്ല, ഒരു സമ്പ്രദായത്തിന്റെ മനസ്സിനൊത്തവണ്ണമല്ല. കർത്താവെ, നിന്റെ മനസ്സിനൊത്തവണ്ണം പ്രവർത്തിക്കാൻ എനിക്ക് കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വേല അതാ. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ വിശ്വാസിയും വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവെ, ഞങ്ങൾ 450 കുടുംബമുണ്ട്, അതിൽ 350-300-ലധികം കുടുംബങ്ങൾ ആക്റ്റീവാണ്. ഇത്രയും കുടുംബത്തെ കർത്താവിന്റെ മനസ്സിലൊത്തവണ്ണം ഒരു ശരീരമായി പ്രവർത്തിക്കാൻ അങ്ങ് പ്രാപ്തമാക്കണമേ. എല്ലാ തിന്മകളും ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, വിനയമായി ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് തരുന്നു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കാനായിട്ട് വർഷങ്ങൾക്ക് മുൻപേ പദ്ധതികൾ ഒരുക്കി. അങ്ങ് ഞങ്ങളെ ജീവനുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആദ്യ മനുഷ്യന്റെ പാപം അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. അങ്ങ് ഞങ്ങളെ എന്നും ജീവിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിലാക്കി. എന്നാൽ ഞങ്ങൾ മരിക്കുന്നവരായി മാറി. ഇന്നും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചൊരു ജനമാക്കി നിർത്തിയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചില പ്രോമിസിങ്ങുകൾ, ചില വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വളരെ താഴ്ചയിലായിരുന്നു. താഴ്ചയിൽ നിന്ന് തണലേകി ഞങ്ങളെ നടത്തി. എന്നാലോ കർത്താവേ, ഈ പ്രോമിസിങ് ലാൻഡിൽ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെയോ ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും ഞങ്ങളുടെ പ്രവൃത്തികളിൽ അങ്ങേ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങളെ തന്നെ ഹൃദയങ്ങളെ ശോധന ചെയ്യുക. ദൈവഹിതത്തിന് നിരപ്പാകാത്ത ജീവിത പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യുക. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെ തീയെ പടർത്തണമേ. ആ തീയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാകുവാൻ, അങ്ങയുടെ വചനത്തിൽ ഒരു മനസ്സായി രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.